ഹലോ ഹവാറി ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഐ. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസിൻ്റെ 4ാമത്തെ ലെസണാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യലേക്ക്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. പിന്നെ വീഡിയോ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് സീൻ ഉണ്ടായെന്ന് വെച്ചാൽ ഒരുപാട് സീൻ, ചെറുതുമല്ല വലുതുമല്ല, അപ്പോൾ നമ്മളിന്ന് അതിന് റിവെഞ്ച് അടിക്കാൻ പോവാണേ. ലെറ്റ്സ് ഗോ. അവന്മാരൊന്ന് തൂത്തു വാരിയിട്ട കാര്യം, ഏതെങ്കിലും തീ ചെന്ന് പെടാ തന്നാൽ മതിയായിരുന്നു. തീയിൽ പെടരുതേ. ഒന്ന് വേഗത്തോടെ അവന്മാരായിട്ട് റിവെഞ്ച് എടുക്കാതെ എനിക്കുന്നൊരു സമാധാനം ഉണ്ടാവില്ല. ടായ് എല്ലാവരും കൂടി ആരെങ്കിലും ഒരാളൊക്കെ എൻ്റെ നെതറേറ്റ് സൂട്. അപ്പം ഞാൻ ആള് മാറി അടിച്ചാ. അയ്യോ, ആള് മാറി. ഇവനെന്തോടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാത്ത? അങ്ങനെ തന്നെ. കുതിര, നീ വാടാ, എന്നെ കൊണ്ട് പോയി. ഇനി അവിടെ വരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പോവാൻ. നീ ഇങ്ങ് വാ. നീ വേണം, നീ ഇങ്ങ് വാ. ഇനി എൻ്റെ മുഖത്ത് ഒരു ട്രൈഡ്. അയ്യോ, ആരടാ എന്നിട്ട് തല്ലുന്നു. ഞാൻ പോവാ ഈ ഗ്രാമം വിട്ട്. ആരെങ്കിലും എൻ്റെ ഈ ഗ്രാമം സുരക്ഷിതത്തിൽ നോക്കണം. ചേടാനും അറിയില്ലടാ നിനക്ക്. ഇനി പഠിപ്പിച്ചെന്നല്ലേ ഡെമിലിറ്ററി മാറടാ. എന്നെല്ലാത്തിൻ്റെ റിവെഞ്ച് ഇടേ. ചാടി കേടാ. എനിക്ക് ഓടാനൊക്കെ അറിയും. നമ്മളെത്ര പെട്ടെന്ന് ഓടത്തെ ഒന്നും അറിയാം ചേട്ടാ. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നീ ഇറങ്ങിക്കോ. അയ്യോ സോറി, ഇവിടെ പോലെടാ. അറിയാതെ അടിച്ചതല്ല മുട്ടേ, ഞാൻ അറിയാതെ അടിക്കുന്നതാടാ. നീ ഇവിടെ വാടാ. ഇവിടെ കിടന്ന് എന്താ അലമ്പ് കാണിച്ചാൽ ചേട്ടാ എന്തോ പറയടോ. ഇവനെന്താ അലമ്പ് കാണിച്ചാൽ അവനിട്ട് പൊട്ടിച്ചാളേനിട്ടാ. പോണം. ഞാൻ ഈ കാര്യം പറയാൻ പറഞ്ഞു. ഇവിടുത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്കൊരു സ്പൈ ഗ്ലാസ് വേണം, വേറൊന്നും നമുക്ക് വേണം. അവന്മാരായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേറെ എന്ത് വേണം? ഒന്നും വേണം. സ്പൈ ഗ്ലാസ് പോവോ? ഒരു തീയിലും ചെന്ന് പെടാതിരുന്നാൽ മതിയായിരുന്നേ. അവന്മാരെന്നെ വീണ്ടും അടിക്കാൻ വരിക. എല്ലാം ശ്രദ്ധിച്ച് വേണം, ഒന്നും മാറാൻ പാടില്ല. പ്രാവശ്യം നമ്മൾ സ്ഥലം മാറുകയാണോ? അല്ല, ഇവിടെ ഞാൻ ചത്ത്. എൻ്റെ ലെവൽ കിട്ടി. പക്ഷെ എൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ അവിടെ. ഞാൻ ഇവിടെ നിന്നല്ല അങ്ങോട്ട് പോയി. എൻ്റെ സ്പൈ ഗ്ലാസ് ഒരിക്കലുമില്ല. അവനെ ഞാൻ കൊല്ലാതെ വെറുതെ വിടില്ല. അവനെ കൊല്ലണം. എന്നോട് ഇനി പ്രത്യേകം അവരുടെ മാറടാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു വഴി ഒപ്പിക്കണം അവനെ കൊല്ലാൻ. അതാണ്. നമ്മുടെ കുതിരയെ ബലി കൊടുക്കേണ്ടി വരും, അത്രമാത്രം. നമുക്കവരെ കളിപ്പിച്ചൊന്ന് ഓടാം. അതായിരിക്കും നല്ലത്. ഞാൻ എൻ്റെ കുതിരയുടെ സാധനങ്ങളെല്ലാം എടുത്ത് പോവാണ്. എന്നോടാ അവൻ്റെ കളി. അവിടെ കുതിര, നിന്നൊരാവശ്യം ഉണ്ടറാ. നീങ്ങുക. എവിടെടാ കയറ്? നീങ്ങുക. എവിടെയെങ്കിലും എങ്ങാനും പോയി രക്ഷപ്പെടാൻ നിൻ്റെ പണിയെന്നുണ്ടെങ്കിൽ എൻ്റെ കൈത്തല പാടാറുണ്ട്. തീയിലൊന്നും ചെന്ന് പെടല്ലേ മാസ്റ്റർ. അയ്യോ, മാറുക. വെള്ളത്തിൽ വാടാ. വേഗം
അടുത്തേക്ക് വേടാ. നീ ചാടി വാ, നിന്റെ ചന്തി പൊള്ളുന്നുണ്ടോ? നീ വെള്ളത്തിൽ ചാടുന്നില്ലേ? ആ തീ കെടുത്താൻ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കേണ്ടി വരും. ഇവനൊന്നും പൊട്ടിക്കുന്നില്ല. റെഡി. ഇവിടൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വരില്ല. എൻ്റെ പൊന്ന് കഴുത അല്ല കുതിര. വെള്ളത്തിലോട്ട് ഇതിനെ കൊണ്ട് വല്ലാത്ത കഷ്ടമാണല്ലോ. വേറെ കഴുത എന്നെ ഞാനിന്ന് അൽഫാം അടിച്ചിട്ടാണ്. ഇവിടെ അൽഫാം അടിക്കാനൊന്നും അല്ല. ഇവിടെ വേറെ ഇതിനെ മറ്റൊരു രീതിയിൽ ആകർഷിക്കാൻ പറ്റും. ഇനി അതിന് മാർക്കറ്റ് വരെ പോകണം. അവൻ കയർ പൊട്ടിച്ച് രക്ഷപ്പെട്ടു കേട്ടോ. അങ്ങോട്ടൊന്നും പോവല്ലടാ. ഇവന് ഈ വഴിയുടെ നമുക്ക് കൊണ്ടുവരാലോ. നമ്മൾ ഇവിടെ ഇത് നെറ്റ് കൊടുത്താൽ മതിയോ? പാട്ടായിരുന്നല്ലോ ഇതിൻ്റെ സീക്രട്ട്. ഇതിലെവിടെ വേടാ? അയ്യോ കുതിര എവിടെ പോയി? കുതിര എല്ലാം ഞാൻ കൊടുത്തു. അയ്യോ അവരുടെ കയ്യിലേക്കല്ലേ ചെല്ലരുത്. എൻ്റെ അമ്മ, ഞാൻ അപ്പോഴും പറഞ്ഞതാ ചാവല്ലേ. ആ കുതിര കാരണം ഞാൻ ചത്തു. അവനെ പറയാൻ പറ്റില്ല. ഞാൻ പറയും, അവന് നന്നായി പറയും. ഞാൻ പോവാ ഇവിടെ. എനിക്ക് ആരെയും വേണ്ട, ഒന്നും വേണ്ട. ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യാതാ മേജർ AF ഇവിടെ വിട്ടു പോവില്ല. ഈ മണ്ടനെ കൊണ്ടുപോകാൻ പറ്റുമോ? എടാ മോനീസ് ഇവിടെ വരും. ഇങ്ങോട്ട് വേണം നടക്കും. മോനീസ് എന്നെ തല്ലാൻ വരും. അയ്യോ ഇതൊരു നല്ല ബുദ്ധി തന്നെ കേട്ടോ. മോനീസിനെ ആ തല്ലാൻ കൊണ്ടുപോകണം. ഇവിടെ വാടാ നീ. ഞാൻ നിനക്കുള്ള പണി എപ്പോഴോ എവിടെ നിന്ന് ചത്തേ? ഇത് കിട്ടി. മറ്റേ അവരെന്തിനാ എന്നെ തല്ലാൻ ഓങ്ങി വരുന്നുണ്ടല്ലോ. വേടാടാ എൻ്റെ കുതിര. ആരടാ അതിനെ പൊക്കിയേ? എൻ്റെ കുതിര പോയി. ഞാൻ നിന്നെ ലീശയിടാത്തുണ്ട്. അയ്യോ ആകെ ഇത്തിരി ജീവനുള്ള. ഇനി അവനെ ലീശനൊക്കെ തന്നെ. എൻ്റെ കുതിര പോയടാ. ആ മണ്ടം വരുമ്പോഴത്തേക്ക് പോടാ. രക്ഷപ്പെട്ടേ. എന്തൊരു സൗണ്ട്. കത്തിനേ. ഫ്രണ്ട്സ്, എൻ്റെ കുതിരയെ അടിച്ച സൗണ്ടാണല്ലോ കേട്ടേ. എൻ്റെ മോനെ, എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. നമ്മൾ എന്താ ഇതിനൊരു വഴി? നമ്മൾ നല്ല പോലെ അങ്ങോട്ട് പോയി അതിനെ തീർക്കാം. ഒരിത്തിരി ഹെൽത്ത് പോലും കുറയ്ക്കാൻ പാടില്ല. എൻ്റെ സ്പൈ ഗ്ലാസ്, എത്ര സ്പൈ ഗ്ലാസ്സാണ് പോയത്? പോയ പോക്കിനൊരാണ് കണക്കില്ലേ. നെതറൈറ്റിൻ്റെ ആർമറൊക്കെ വെറും സെക്കൻഡുകൾക്കുള്ളിലാണ് പോയത്. മിലിറ്ററിക്കാണ് അൽബിസ്റ്റ്. മിലിറ്ററിക്കാൻ തന്നെ 2 അടി കൊടുത്തതാണ്. നമുക്ക് ഇമോട്ടിടാം. കൈയടിക്കടാ. അവനെ തല്ലാൻ വരുന്നുണ്ട്. ചാടറ. വാടാ. 2 അടി. 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 2
എന്നെ തല്ലാൻ വന്നവരെല്ലാം കുടുക്കിൽപ്പെട്ടതായി ഞാൻ കണ്ടിട്ടുള്ളൂ. എവിടെയെങ്കിലും ചെന്ന് സ്പൂണായാൽ മതിയായിരുന്നു. ഞാൻ ഇവിടെ കുടുങ്ങി. എൻ്റെ ഐറ്റംസ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഞാൻ എവിടെയായിരുന്നു ആ ഹോളിട്ടിരുന്നത്? ഈ സൈഡിലൂടെ കുഴിച്ച് പോകും. അതവൻ തന്നെയാണ്. അയ്യോ, അതവൻ തന്നെ. ബാക്കിലോട്ട് കുഴിച്ചെക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. അവനെ എന്നെയാണ് വെക്കാൻ നോക്കുന്നത്. വെക്കടാ ഒരുത്തൻ ചത്തല്ലോ. വെക്കടാ. എൻ്റെ പൊന്ന്, വെറുതെ വിടില്ല മിസ്റ്റർ കേണൽ. മാറി നിൽക്കൻ്റെ ലൈറ്റുകളെ. ഞാൻ അവനെ കൊല്ലാതെ വെറുതെ വിട്ടില്ല. ഞാൻ അവനെ കൊന്നിട്ട്. നീ എന്തിനാണ് എന്നെ നേരത്തെ അടിച്ചത്? അടിക്കാൻ പൂതി ഉണ്ടായതുകൊണ്ട്. ഒന്നുകൂടി വാങ്ങിക്കോ. ഞാൻ പോവാ. അവൻ്റെ കഥ കേട്ട് കളയാം. ഇനിയെങ്കിലും അവന്മാരെ കൊല്ലാൻ പറ്റിയിരുന്നെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരം പോലും ഉണ്ടാവില്ല. ഇവൻ എൻ്റെ വയറ്റിലൊന്നും വിട്ടിട്ടില്ലല്ലോ. ഒന്ന് വേഗം ഓർഡറായില്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്നും ഭസ്മം അടിക്കേണ്ടി വരും. എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. എല്ലാത്തിനും ഇടിച്ച് പൊളിച്ചടിക്കാൻ കഴിയാത്തതൊന്നല്ല. ബാക്കിലോട്ട് പോയാൽ മുമ്പിലെത്തില്ല. ഇതെന്താ? എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ലീഡും. ഇവന്മാരെ ലീഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലേ, ഇവന്മാരെ നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഗോൾഡ് ഫ്രണ്ട്സ്. ഇത് നമുക്ക് പിക്കാക്സ് കൊണ്ട് എടുക്കാം. അതിന് മുമ്പ് ഇവിടെ ക്ലിയർ ചെയ്യണം. അവന്മാരില്ലാത്ത തക്കം നോക്കി തന്നെ പോകാൻ സൗണ്ടെങ്ങാനും കേട്ടോ. ഇവിടെ കുഴിച്ച് വെക്കാൻ കാരണം അത് ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നേരെ അടിയിലോട്ട് വന്നു. ഇനി ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ചിട്ട് നമ്മൾ നമ്മുടെ ആ സംഭവം എടുക്കും, സ്പൈ ഗ്ലാസിനെ. എന്നിട്ട് അവന്മാരിവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. അവന്മാരില്ല. അയ്യോ, ഇതെന്തിനാണ് ഞാൻ അവനെ സിമ്പിളായി തീർക്കാമെന്നാണ് തോന്നുന്നത്. ഇതാരാ? കൂടെ ചത്തി. എന്നോടാ കളി. അവിടെ ഒരുപാട് ഗോൾഡെല്ലാം ഉണ്ട്. അവൻ നേരത്തെ ഇവിടുന്നാ പോയത്. വാടാ തിണ്ടി. ഇവിടെ അവൻ്റെ മൂന്ത കണ്ടോ? പന്നി, ക്ലിയർ പന്നി തലയാൻ. അവനെ തെറി വിളിച്ചാലും കുഴപ്പമില്ല. കാരണം
യഥാർത്ഥത്തിലും അവൻ അത് തന്നെയല്ലേ. എന്നെ സഹായിക്കണം. അയ്യോ, ഇവൻ്റെ ബുദ്ധി എനിക്ക് മനസ്സിലായി. ഓ, എനിക്ക് ഗോൾഡിൻ്റെ സംഭവം കിട്ടി. സോഡ് തന്നെ എൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടിയില്ല. ഇവിടെ ഒരുപാട് ഗോൾഡ് ഉണ്ട്, അത് നമുക്ക് സ്വന്തമാക്കണം. ഓക്കെ, ഇവിടെ ഒന്നും പ്രശ്നമില്ല. എൻ്റെ ഐറ്റംസ് എവിടെയാ? ഇനിയും താഴ്ത്താണ് ഐറ്റംസ്. അതന്നെ ഇനിയും താഴ്ത്തണം. അപ്പം എനിക്ക് തോന്നുന്നു ആരടാ? ആരാ? ഓടോടോട്. ആരാത്? എനിക്ക് കാണുന്നില്ല അവനെ. എവിടെ നാടാ അടി വരുന്നു? ഓ, എൻ്റെ മോനെ ചത്ത്. ഇതൊരു സീൻ തന്നെയാണ്, വേറെ ലെവൽ സീൻ തന്നെ ഇത്. ഇതെന്താണ്? എടാ എന്തടാ? ഇതൊരു ഐറ്റം സീന് തന്നെ. ഇനിയും ഉറങ്ങി എണീറ്റില്ല. എണീറ്റ്. എനിക്ക് നിന്നേറ്റ് ഇപ്പോൾ ട്രേഡിനൊന്നും നിൽക്കാൻ നേരമില്ല. ഞാൻ എന്ത് ചെയ്യും മിസ്റ്റർ? ഒന്ന് പറഞ്ഞു താ. അല്ല ഫ്രണ്ട്സ്, എനിക്കൊരു ബുദ്ധി തോന്നുന്നുണ്ട്. ഇത് തുറന്നിട്ട് ഇവൻ്റെ ബെഡ് നോക്കാം. എന്നിട്ട് എനിക്കൊരു പ്ലാൻ ഉണ്ട്. നമ്മൾ ബെഡിട്ടെടുത്തല്ലേ റീഡ് സ്പോൺ ആവുക. നമുക്ക് ആ പോർട്ടലിൽ പോയി ബെഡിട്ടാൽ പോരെ. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ച് പോർട്ടലിലോട്ട് തന്നെ എത്തിയവന്മാരെ തീർക്കാനായിട്ട് പറ്റും. ഇതെന്തുകൊണ്ട് എനിക്ക് നേരത്തെ തോന്നിയില്ല? പറ്റില്ല, എനിക്കിത് നേരത്തെ തോന്നിയില്ല. ഒന്ന് വേഗം പോടാ. ചാട്, അടുത്ത് ചാട്. ഇവനിപ്പോൾ എന്നെ കരുതി നിൽക്കുക. എന്നെ കിട്ടില്ല മോനെ. ഞാൻ ആരാന്നറിയാം? പണ്ടത്തെ ചീറ്റാണ്. എന്തായാലും ഈ ലോ റാങ്ക് പോർട്ടൽ പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. കാരണം ഇത്രയും ലോ റാങ്ക് പോലും നമുക്ക് വളരെ ടഫ് റാങ്ക് ആയിട്ടാണ് തോന്നുന്നത്. നമുക്ക് ബെഡ് ഇവിടെ വയ്ക്കണം. ഇനി ഇതിൽ അതെന്താ ബെഡ് നോക്കിയപ്പോൾ പെട്ടെന്ന് എന്തോ എടാ മാറടാണ്ട്. ഇനി ബെഡ് ഇവൻ്റെ ഇനി ബെഡില്ല. തിന്നാൻ വല്ലതുണ്ടോ? ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാണ് ഫ്രണ്ട്സ്? ഇതൊരുമാതിരി. ഞാൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണേ. നേരെ കയറിപ്പോയി പൊട്ടിക്കാം. എന്താണ് ബെഡ്? ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കിയതാണ്, പക്ഷെ പൊട്ടിയങ്ങ് തെറിച്ചില്ലേ. വേറെന്താ പറയല്ലേ? അവനവിടെ എന്നെ കാത്തിരിക്കുന്നവനെ നീ വാടാ. ഇവൻ നമ്മളെ ബോഡി ഗാർഡ് പോലെയുണ്ട്. ചട. അത്രേ ഉള്ളൂ ഫ്രണ്ട്സ്, നമ്മളിന്നത് തീർത്തിരിക്കും. അവനെ മൊത്തം അടിച്ച് തീർത്ത് കിടക്കിട. അത്ര മാത്രം നമുക്ക് ചിന്തിക്കാനുള്ളൂ, വേറൊന്നും ചിന്തിക്കാനില്ല. ഇത് ഞാൻ കാത്തിരുന്നതായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റൻ അത്ര പോരാ. ക്യാപ്റ്റനെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് വരാം. ക്യാപ്റ്റൻ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ആരെടുക്കും? ക്യാപ്റ്റൻ എന്തായാലും നമ്മൾ വാങ്ങുന്നില്ല. ക്യാപ്റ്റൻ പോരാ, തീരെ പോരാ.
ഇവളും വേണ്ട, ഇവൻ വേണ്ട. ഇതാണ് നമ്മൾ ഇതുവരെ കളിക്കുന്ന പ്ലെയർ. ഇതാണ് ഈ ടീമിൻ്റെ ക്യാപ്റ്റൻ. നമുക്ക് നമ്മുടെ ബ്രെയിൻ എടുത്ത് നോക്കാം. ഇവൻ മതി. ഇവനാണ് മിടുക്കൻ. മിടുക്കൻ മിടിയമ്മ മിടി കോടി. പാട്ട് എനിക്കറിയില്ല, അതൊന്നും പ്രശ്നമില്ല. ഇന്നത്തോടെ അവന്മാരെ തീർത്തിരിക്കും. ഇപ്പോൾ വരാൻ പോകുന്നത് ഹീറോ ബ്രെയിൻ, ദി അൾട്ടിമേറ്റ് വയലറ്റ് സ്ക്വാഡിൻ്റെ ഹീറോ ബ്രെയിനാണ് വരാൻ പോകുന്നത്. കാത്തിരുന്നോ പന്നിത്തലയന്മാരെ. ഓരോരുത്തരുടെയും പന്നിത്തല ഊരിയെടുക്കുന്ന മാസ്റ്ററാണ് അവൻ. ഞാൻ പോയിട്ടാ ചേട്ടാ. ഇന്നത്തോടെ എല്ലാവരുടെയും അന്ത്യമാണ്. കാരണം വരാൻ പോകുന്നത് ദി അൾട്ടിമേറ്റ് ഹീറോ ബ്രെയിൻ എന്ന പേരാണ്. ഇതെന്ത് സംഭവം? എത്ര പോർട്ടലാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നു. ഇത് നമ്മൾ ആദ്യം വന്നത്. സെക്കൻഡ്. അയ്യോ ഇത് രക്ഷിക്കണേ വേറെ. നമ്മളെവിടെയായിരുന്നു? വെറുതെ ലൈഫ് കുറക്കണ്ട. ഇത് പൊട്ടിച്ചെന്ന് പോവാം. ഒരു ലൈഫ് കുറഞ്ഞിട്ടില്ല. ഇവിടെ വെച്ചാൽ നേരത്തെ ചത്തത്. ഒരുപാട് ഒരുപാടല്ല. എൻ്റെ സോഡ്. ഒരു കേവുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണ്ട, പകരം നമ്മുടെ റീസസ് എടുക്കണം. ഇവിടുത്തെ ഒരു ബ്ലോക്ക് നമുക്ക് കിട്ടി. നമുക്ക് അടിയിലോട്ട് പോകണം എത്രയും വേഗം. നമ്മുടെ ബോൾ പിടിച്ചിരുന്നു. ഏത് നേരത്തെ നമുക്ക് ഇട്ടുകൊള്ളും. അതെന്താണ് സാധനം അവിടെ കിടന്ന് തിരിയണ്? അതെന്തോ ഒരു മോൺസ്റ്ററാണ്. എനിക്കങ്ങോട്ട് പോകണം. എന്ത് ചെയ്യും? ഇവിടെ മൊത്തം മോൺസ്റ്റേഴ്സാണ്. നമുക്ക് പോയി നോക്കാം. അയ്യോ, ആരുമില്ലല്ലോ. അത് ഭാഗ്യം. എല്ലാം നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ അല്ലേ വേണത്? പിന്നെ ഇവിടെ വീണത് ഇവിടെ തന്നെയാണ്. എനിക്ക് നല്ല ഉറപ്പാണ് നമ്മുടെ ഐറ്റംസ് എല്ലാം ഡിലീറ്റായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കഥ ഏകദേശം തീർന്നു. അവിടെ ആരില്ലല്ലോ. നമുക്ക് ഈ ചെടി പറിച്ചെടുക്കാം. ഇത് കിട്ടുന്നുണ്ട്. ചെയ്യുമ്പോൾ മാത്രമേ പറ്റൂ. അതെന്താ ഇവിടെ ഒരു പന്നികൾ കിടക്കുന്നുണ്ടല്ലോ. ഞാൻ പന്നി തല മാത്രം പാറി നടക്കുക അവിടെ. അങ്ങോട്ട് എന്തായാലും പോവണ്ട. ഇതെന്ത് സാധനം? നമുക്കെന്തോ ഇതെന്താണ്? ഫംഗസ്. ഓക്കെ, നമുക്ക് ഇത്രയൊക്കെ എക്സ്പ്ലോർ ചെയ്തത് മതി. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് സൂക്ഷിച്ച് പോകണം. ഇവന്മാരടിച്ചാലോ? ഇവന്മാരെ നമ്മളെ ഒന്നും ചെയ്യില്ലെന്നാ തോന്നുന്നു. ഞാൻ ആരാന്നറിയാമോ? എന്നെ കൊണ്ട് വയ്യ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോകണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യിലേക്ക് ഷെയർ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ കാണുന്നത് കമൻറ്റ്. നമുക്ക് നേരെ എല്ലാവർക്കും ബൈ.